അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേപ്പിൻ്റെ ഇല കഴിഞ്ഞിട്ട് നമ്മൾ മരത്തുമ്പത്തേക്ക് തലോടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേപ്പിൻ്റെ ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട്. വേപ്പിൻ്റെ ഇല എടുത്ത് വരിയിരുന്നു. അപ്പോൾ അതായത് ഈ ഒരു ചെടിമ്മ ഈ ഒരു തെങ്ങ് പോലത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, കഴുങ്ങു എന്താ ഈ ഒരു ഇങ്ങനത്തെ ഒരു ചെടി ഉണ്ടല്ലോ, ഇതുമ്പോൾ അങ്ങനെ ഒരു കായ ഉണ്ടാവുമെന്നോ എന്തൊക്കെ പറഞ്ഞ് കാക്ക അത് അവിടെ നിർത്തിയതാട്ടോ എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് വരുന്നോട് കൂടി കാക്ക എടുത്ത് കളയലാണ്. അപ്പോൾ അതായത് വന്നിട്ട് ഒരു കറി, ഒരു തട്ടിക്കൂട്ട് കറി നല്ലപോലെ വെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിതിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതേപോലെ മീറ്റ് മസാലയൊക്കെ ഇടാൻ മറന്നു, എന്നാലും വേണ്ടിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ പുട്ട് മറ്റേ പച്ചരി ഉണ്ടല്ലോ, അല്ല മട്ടരി ഉണ്ടല്ലോ, അതുകൊണ്ട് വറുത്ത് പൊടിച്ച പുട്ടുണ്ടാവുമല്ലോ, പൊടിച്ചിട്ട് നനച്ച് പൊടിച്ചിട്ട് ആ ഒരു പുട്ടാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ അമ്മ തന്നതാട്ടോ അത്. പിന്നെ അതാ മീൻ മസാലയും ഉപയോഗിച്ചിക്കണം കേട്ടോ. ഇത് കാക്ക എനിക്കിഷ്ടമാവുന്ന കരുതി കൊടുന്നാൽ മാത്രമേ, എനിക്ക് ഈ വക സംഭവങ്ങളൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് കാക്ക തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല കഷ്ണം മീനും മീൻ കറിയും തൈരും ഒക്കെ കൂട്ടിയിട്ട് ഉച്ചക്ക് നല്ല അടിപൊളി ആയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ അതാ ഞാനിങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെ മീൻ പൊരിച്ചത് അങ്ങനെയൊക്കെ കഴിക്കും. അപ്പോൾ കാക്കക്ക് ചപ്പാത്തി ഇട്ടപ്പോൾ 2 ചപ്പാത്തി ഒരു മീൻ പൊരിച്ചത് കൊടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കാക്ക പുറത്ത് പോയി വന്നപ്പോൾ ബീഫ് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ആയിരുന്നു ബീഫ് ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ എനിക്ക് ബീഫ് ബിരിയാണി കഴിക്കാനൊരാഗ്രഹം ഉണ്ടെന്നൊക്കെ എന്നാൾ കാക്കാനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ എനിക്കും ബിരിയാണി വാങ്ങിയതാണ്. എനിക്ക് രാവിലെ ചായക്ക് കടി വേണം, ഉച്ചക്ക് ചോറ് വേണം, ചോറിന് ഇന്ന കൂട്ടാൻ വേണം, അല്ലെങ്കിൽ 4 മണിക്ക് ചായ വേണം, രാത്രി ഫുഡ് വേണം, ചോറ് വേണം, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. എനിക്ക് വിശക്കണീന് എന്താ വെച്ചാൽ അത് കഴിച്ചാൽ മതി. എന്താ ഉള്ളത് ചോദിച്ചാൽ രാവിലെ ഇനി ചോറാണോ ചോറുന്നും, ഉച്ചക്കിനി ചായയും കടിയാണോ അധികം തിന്നും. പിന്നെ അതേപോലെ വൈകുന്നേരം ഇനി എന്താ ഉള്ളത്, രാവിലെ കഴിച്ചതേ പുട്ടാണോ ഉള്ളത്, അങ്ങനെ എനിക്കൊരു ഡിമാൻഡും ഇല്ല കേട്ടോ. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ഒന്ന് ആഗ്രഹം തോന്നുന്നുള്ളൂ കഴിക്കാൻ. അതേപോലെ ഇനി ഫുഡ് നേരത്തിന് കഴിക്കണം എന്ന് രാവിലെ ചായക്കടി നിർബന്ധം. വിശക്കണീന് എന്തെങ്കിലും ഒരു ഗ്ലാസ് ചായ ഒരു ബിസ്ക്കറ്റ് തന്നാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് വിശക്കണീന് എന്തെങ്കിലുമൊക്കെ തിന്നാൽ മതി, അല്ലാതെ എന്നെ തിന്നണം അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ.